ദേശീയ വായനാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി കൊല്ലത്തും വായനാ ദിനം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത്, ലൈബ്രറി കൗൺസിൽ, വിദ്യാഭ്യാസ വകുപ്പ്, സാക്ഷരതാ മിഷൻ എന്നിവയുടെ സഹകരണത്തോടെ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ വകുപ്പിന്റെയും PN പണിക്കർ ഫൗണ്ടേഷന്റെയും ആഭിമുഖ്യത്തിലാണ് ഈ വർഷത്തെ വായനാ ദിനാഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. ജൂൺ 19 മുതൽ ജൂലൈ 18 വരെയുള്ള വായനാ മാസാഘോഷം വായന ശീലമാക്കുവാനും ആഴത്തിലുള്ള വായന പ്രോത്സാഹിപ്പിക്കുവാനും തുടക്കമാകും. കുട്ടികളിലും സമൂഹത്തിന്റെ സമസ്ത മേഖലകളിൽപ്പെട്ടവരിലും വായന ശീലമാക്കുവാനും വായനയിൽ അഭിരുചി വളർത്തുവാനും അറിവ് വർദ്ധിപ്പിക്കുവാനും സഹായകമായ നിലയിൽ PN പണിക്കരുടെ സ്മരണയ്ക്കായി കഴിഞ്ഞ 30 വർഷമായി ആഘോഷ പരിപാടികൾ നടത്തിവരികയാണ്. വായനാ ദിനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം വടക്കേവിള SN പബ്ലിക് സ്കൂളിൽ ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് IAS ഉദ്ഘാടനം ചെയ്തു. ഈ കാലഘട്ടത്തിൽ വായനയ്ക്കായി മാറ്റിവെക്കുന്ന സമയം കുറയുന്നത് നമ്മുടെ ചിന്താശക്തിയെ ബാധിക്കുമെന്നും പരന്ന വായനയിലൂടെ മാത്രമേ നമുക്ക് ശരിയായ രീതിയിൽ ചിന്തിക്കുവാനും തീരുമാനങ്ങൾ എടുക്കുവാനും കഴിയുകയുള്ളൂവെന്ന് കളക്ടർ പറഞ്ഞു. വായന നമുക്ക് ലോകത്തിലെമ്പാടും നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ലോകത്തിന്റെ മറ്റ് കൾച്ചറിനെ മനസ്സിലാക്കുവാനും ഒപ്പം ചുറ്റുപാടുകളെ മനസ്സിലാക്കുവാനും ഗ്രേറ്റ് പേഴ്സണാലിറ്റീസിനെ മനസ്സിലാക്കുവാനും നമ്മളെ തന്നെ മനസ്സിലാക്കുവാനും സഹായിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ സങ്കടം എന്ന് പറയട്ടെ, ഇന്ന് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമൂഹം ഡിജിറ്റൽ വേൾഡിലേക്ക് ഒരുപാട് മാറിക്കഴിഞ്ഞു. ഡിജിറ്റലൈസേഷൻ നമുക്ക് വേണ്ടാന്നല്ല, ടെക്നോളജി നമുക്ക് വേണ്ടാന്നല്ല, എന്നാൽ ആവശ്യത്തിലധികം സമയം ഇത്തരം ഗാഡ്ജറ്റ്സിനെ നമ്മൾ ആശ്രയിക്കുന്നത് മൂലം വായനയ്ക്ക് വേണ്ടി നമുക്ക് മാറ്റിവെക്കേണ്ട സമയം വളരെയധികം കുറഞ്ഞു പോകുന്നു. അത് നമ്മുടെ ചിന്താശക്തിയെ സ്വാധീനിക്കും, മോശമായിട്ട് അല്ലെങ്കിൽ തെറ്റായി സ്വാധീനിക്കും. വായന ഉണ്ടെങ്കിൽ മാത്രമേ, പരന്ന വായന ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായ രീതിയിൽ ചിന്തിക്കുവാനും ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനും ഇന്നോവേഷൻസ് കൊണ്ടുവരുവാനും ഒക്കെ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്, ഡിജിറ്റൽ ഡിവൈസും വിഷ്വലൈസേഷനും ഒക്കെ നമുക്ക് വേണം. നമുക്ക് അപ്പം വിരൽത്തുമ്പിൽ നമ്മുടെ കാര്യങ്ങൾ കിട്ടും. അത് അപ്രധാനമെന്നല്ല പറഞ്ഞത്. എന്നാൽ അതിലൊക്കെ ഉപരിയായിട്ട് പുസ്തകങ്ങൾ വായിക്കുവാനും ലോകത്തെക്കുറിച്ച് അറിയാനും പുതിയ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കുവാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നത് വായനയിലൂടെയാണ്. രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിലും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വിദേശ രാജ്യങ്ങളിലും പരിപാടികൾ വ്യാപിച്ചിട്ടുണ്ട്. PN പണിക്കർ ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ ഡോക്ടർ R മണിയപ്പൻ അധ്യക്ഷത വഹിച്ചു. SN എഡ്യൂക്കേഷൻ സൊസൈറ്റി സെക്രട്ടറി പ്രൊഫസർ K ശശികുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഗാന്ധി പീസ് ഫൗണ്ടേഷൻ സെക്രട്ടറി GR കൃഷ്ണകുമാർ, PN പണിക്കർ ഫൗണ്ടേഷൻ സെക്രട്ടറി ജ്യോതി KS, അഡ്വക്കേറ്റ് കൈപ്പുഴ രാമോഹൻ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ അസിസ്റ്റന്റ് MS പ്രസാദ്, സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു.